ഹലോ, ആന്ധ്രയിലെ കാക്കിനാഡ തീരത്തിന് 30 കിലോമീറ്റർ അകലെ നമ്മൾ പെട്രോളിയം കണ്ടെത്തിയിരിക്കുകയാണ്. യൂണിയൻ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി പറഞ്ഞതനുസരിച്ച് നമ്മൾ 2016-17 കാലം മുതൽ തന്നെ ഈ പര്യവേക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കോവിഡ് വന്നതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു. ഇപ്പോഴാണ് ആ പര്യവേഷണം ഏകദേശം പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 26ഓളം എണ്ണക്കിണറുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 4 എണ്ണം ആൾറെഡി പ്രവർത്തനക്ഷമമായി പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വർഷം തന്നെ മെയ് ജൂണോടുകൂടി പെർ ഡേ 45,000 ബാരൽ പെട്രോളിയം പ്രൊഡക്ട്സ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അതായത് നമ്മളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 7% പെട്രോളിയം പ്രൊഡക്ട്സും ഗ്യാസും നമ്മൾ അവിടെ നാച്ചുറൽ ഗ്യാസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഈ 4 എണ്ണക്കിണറുകളിൽ നിന്നായി. ബാക്കി 22 എണ്ണം കൂടെ പ്രവർത്തനക്ഷമമാകുമ്പോൾ പ്രൊഡക്ഷൻ ഇതിന്റെ 10 മടങ്ങ് കൂടും. 30 kilometers off the coast of Kakinada in the Krishna Godavari basin, I am delighted to inform all my fellow countrymen that the first oil has been extracted yesterday. There is work started on this in 2016-17, then there were some delays on account of COVID, but I am sure that out of the 26 wells there, 4 wells are already operational. We will not only have gas also in a very short period of time, but by May and June, we hope to be able to produce 45,000 barrels per day, which will be 7% of our total crude oil production and 7% of our gas production. So I want to congratulate ONGC and all those who have made it possible. അതായത് നമ്മൾക്ക് വിദേശ രാജ്യങ്ങളെ ഫോസിൽ ഫ്യൂവലിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റ് കുറയാൻ, നമ്മളെ ഫോറിൻ റിസർവിൻ്റെ എക്സ്പെൻസ് കുറയാൻ. നമ്മുടെ ബജറ്റിൻ്റെ മേജർ പോർഷൻ ഫ്യൂവലിൻ്റെ ഇറക്കുമതിക്കാണ്, പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഇറക്കുമതിക്കായിട്ടാണ് ചിലവാകുന്നത്. അതിൽ നല്ലൊരു ശതമാനം ചിലവ് കുറയും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ലിഥിയം റിസർവ് ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, കർണാടക, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ കണ്ടെത്തിയാണ്. ഇത് രണ്ടും മ്യൂച്വലി കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കണ്ടെത്തലുകളാണ് എന്നതാണ് സത്യം. അതായത് 2030 ഫോസിൽ ഫ്യൂൽ ഉപയോഗിക്കുന്ന വണ്ടികളുടെ, അതായത് ഡീസൽ, പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ എണ്ണം കുറയുകയും EV ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യുക എന്നതാണ് ലോകം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോളിസി. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ ഇമ്പോർട്ട് കുറഞ്ഞു വരാനാണ് സാധ്യത, വരും വർഷങ്ങളിൽ കുറഞ്ഞു വരാനാണ് സാധ്യത. നമുക്ക് ആൾറെഡി ഇവിടെ ഓയിൽ പ്രൊഡക്ഷൻ തുടങ്ങുകയും ഓയിൽ ഇമ്പോർട്ടിനുള്ള എക്സ്പെൻസ് കുറയുകയും ചെയ്യും. അതിനോടൊപ്പം ഈ ലിഥിയം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ലിഥിയം. ആ ലിഥിയത്തിൻ്റെ റിക്വയർമെൻറ്റ് കൂടുമ്പോൾ അതിൻ്റെ എക്സ്പോർട്ടിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഓയിൽ ഇമ്പോർട്ടിൻ്റെ എക്സ്പെൻസ് കുറയുന്നു, ലിഥിയം എക്സ്പോർട്ടിലൂടെ വരുമാനം ലഭിക്കാൻ പോകുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇത്തരമൊരു കണ്ടീഷനിൽ ഇന്ത്യ ഡെവലപ്പ് ആകുമെന്നും അതോടൊപ്പം ഇന്ത്യക്കാരെ നമ്മളും ഡെവലപ്പ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആശിക്കാം. ഇന്ത്യയുടെ ഈ ശക്തമായ മുന്നോട്ട് പോക്ക് മറ്റു രാജ്യങ്ങളും റിയലൈസ് ചെയ്തിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ മുകളിൽ കുതിര കയറാത്തത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഓർഡറുകൾ നൽകാത്തത് ഇന്ത്യ ഒരു ശക്തിയായി മാറുന്നു എന്ന് തിരിച്ചറിവ് കൊണ്ടാണ്. അവർ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, ഇന്ത്യ ഇപ്പോൾ ഒരു സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ മേഖലയിൽ നിന്നല്ല, ആഗോളതലത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇനി വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ കണ്ടീഷൻസ് വ്യക്തമാക്കുന്നത്. ഈ ഫോസിൽ ഫ്യൂവലിന്റെ റിക്വയർമെന്റ് കുറയുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രീസും ഈ ഓയിൽ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള കൺട്രീസ് എല്ലാം റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ അവരുടെ എല്ലാം നയവ്യതിയാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് സൗദി പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ടൂറിസം മേഖലയിൽ കൂടുതൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൗദി $100 ബില്യൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ അത് അവരുടെ ഫോസിൽ ഫ്യൂവലിന്റെ റിക്വയർമെന്റ് കുറയുമെന്നും അപ്പോൾ ഇൻകം കുറയാൻ സാധ്യതയുണ്ടെന്നും കണ്ടെത്തി അവർ അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ തീരുമാനങ്ങളാണ് ഇവയെല്ലാം. ഇപ്പോൾ UAE ആണെങ്കിലും ഗ്രീൻ വിസ പോലുള്ള ചില പുതിയ വിസ പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഡേഴ്സിനും ഡിജിറ്റൽ വേൾഡിൽ വർക്ക് ചെയ്യുന്നവർക്കും IT എക്സ്പേർട്സിനും ഒക്കെ ആയിട്ട്, എഞ്ചിനീയേഴ്സിന് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട്. കാരണം അവർക്ക് അവിടെ കൂടുതൽ ഇത്തരം ടാലൻസ് ആവശ്യമുണ്ട്. കാരണം അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, അവർ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്തരം ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ഫ്യൂച്ചർ എന്നുള്ളത് ഡിജിറ്റൽ ടെക്നോളജിയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്.
എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ മുന്നോട്ട് പോക്ക് നമ്മൾക്കും ഗുണകരമായി തീരുമെന്ന് പ്രതീക്ഷിക്കാം. നോബഡി ക്യാൻ ഡിഫീറ്റ് എ പേഴ്സൺ ഹൂ ഈസ് ഡിറ്റർമിൻഡ് ടു വിൻ. ജയിക്കാൻ തീരുമാനിച്ചുറച്ചവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഇന്ത്യയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോസ്ട്രഡാമസ് പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.